ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിലെ സീനിയർ സിറ്റിസനോടുള്ള മനോഭാവം, ആ മനോഭാവം കുറച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇരിങ്ങാലക്കുടയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളിലെ ഇത്തരത്തിലുള്ള അന്തേവാസികൾ ജീവിക്കുന്ന, ആരോരുമില്ലാത്ത, അവരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് ഒരു പൊതിച്ചോറ്, തങ്ങൾ ഒരു ചോറ് കഴിക്കുന്ന അതേസമയം ഒരു പൊതിച്ചോറ് ഇത്തരത്തിലുള്ള അന്തേവാസികൾക്ക് കൊടുത്ത് അവരിൽ ഒരാളായി അവരോടൊപ്പം കുറെ നേരം ചെലവഴിച്ച് അവരെ സന്തോഷത്തിന്റെ ലോകത്തിലേക്ക് എത്തിച്ച് അതുപോലെ തന്നെ ഞാൻ എൻ്റെ രക്ഷിതാവിനെ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസനെ, വൃദ്ധന്മാരെ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല, അവരെ അവഗണിക്കില്ല എന്ന ദിശാബോധം അവരുണ്ടാക്കുന്നതിന് വേണ്ടി ഈ സ്നേഹക്കൂട് എന്ന പരിപാടി ഒരു വർഷമായിട്ട് ഇരിങ്ങാലക്കുടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഇരിങ്ങാലക്കുടയിൽ 500 പേരുടെ മുനിസിപ്പൽ ഏരിയയിൽ നിന്ന് 500 പേരിലധികം ആളുകളുടെ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്ത് IMAക്ക് കൊടുത്ത് IMA അതിന്റെ സർട്ടിഫിക്കറ്റ് ഇരിങ്ങാലക്കുടയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ആർക്ക് എപ്പോൾ ബ്ലഡ് വേണം, ഏത് ഗ്രൂപ്പ് ബ്ലഡ് വേണം എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. അതിന് പ്രയത്നിച്ച ഒരുപാട് ആളുകൾ ഈ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ട്, നമ്മുടെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ട് എന്ന കാര്യവും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ഡൊണേഷന് മുമ്പ് നമ്മളൊരു ബ്ലഡ് ഡയറക്ടറി ഇവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. ബ്ലഡ് കൊടുക്കാൻ സജ്ജരായിട്ടുള്ള ആളുകളുടെ അവരുടെ അഡ്രസ്സും അവരുടെ മൊബൈൽ ഫോൺ നമ്പറും അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പും ആലേഖനം ചെയ്തുകൊണ്ട് ഒരു CD നമ്മൾ പ്രകാശനം ചെയ്തു. അത് ആ ഡയറക്ടറി നമ്മൾ ഇന്നും സൂക്ഷിച്ചു വരുന്നുണ്ട്. ഫ്രഷ് ബ്ലഡ് കിട്ടണമെന്ന് പറയുന്ന ആളുകൾക്ക് ആ ആളുകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കാനും അതുവഴി ഇരിങ്ങാലക്കുടക്കാരുടെയും അല്ലാത്തവരുടെയും ബ്ലഡിനു വേണ്ടിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസിന് കഴിഞ്ഞു വരികയാണ്. ഇതുപോലെ തന്നെ ഒട്ടനവധി പരിപാടികൾ ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഇവിടെ മറ്റേ വിദ്യാർത്ഥിനികൾക്ക് ഗൈഡൻസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അവരെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സുകളും എന്നുവേണ്ട ഒട്ടനവധി ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ ഇരിങ്ങാലക്കുട പോലീസിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ഉപകാരപ്രദമായ, അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവരുടെ ക്ഷേമത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരവും ഞാൻ ഈ അവസരത്തിൽ സവിനയം അറിയിക്കുകയാണ്. എന്തായാലും ഇരിങ്ങാലക്കുടയിൽ 3 വർഷമായി ജനമൈത്രി പോലീസ് എന്ന സംവിധാനം വളരെ സുശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യവും ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ജനമൈത്രി പോലീസ് സംവിധാനം ഇനി കേരളത്തിലുടനീളം എല്ലാ സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഈ ജനമൈത്രി പോലീസിന്റെ ഗുണഫലങ്ങൾ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് സ്റ്റേഷൻ അതിർത്തിയിലെ എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാനുള്ള അവസരം കൂടി ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തിന് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.